ഹായ്, ഷെഫ് സീക്രട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഷെഫ് സീക്രട്ടിൽ ഒരു വെറൈറ്റി സ്പെഷ്യൽ വിഭവമാണ് തയ്യാറാക്കാൻ പോകുന്നത്. പോത്ത് ഉലർത്തിയത്. നമ്മളിവിടെ 200 ഗ്രാം പോത്തിനെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, പച്ചമുളക്, ചെറിയ ഉള്ളിയും ചേർത്ത് ബോയിൽ ചെയ്താണ് എടുത്തിട്ടുള്ളത്. നമുക്കിനി ഇതിന്റെ മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കറിവേപ്പില ആവശ്യത്തിന്, ഇഞ്ചി ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 1.5 സ്പൂൺ, വെളുത്തുള്ളി ആവശ്യത്തിന്, മുളക് പൊടി 1 സ്പൂൺ, ഗരം മസാല 1/2 സ്പൂൺ, കുരുമുളക് പൊടി 1.5 സ്പൂൺ, വെളിച്ചെണ്ണ 4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ഉള്ളി അരിഞ്ഞതും ആവശ്യത്തിന്, തക്കാളി അരിഞ്ഞത് ആവശ്യത്തിന്, പച്ചമുളക് അരിഞ്ഞത് ആവശ്യത്തിന്, വറ്റൽമുളക് ആവശ്യത്തിന്. നമുക്കിനി ഇത് തയ്യാറാക്കുന്ന വിധം നോക്കാം. ആദ്യം അടുപ്പിൽ ഒരു ചീനച്ചട്ടി വെച്ച് ചൂടാക്കുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. വെളിച്ചെണ്ണ ചൂടാക്കുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് നന്നായി വഴറ്റുക. ഇഞ്ചി, വെളുത്തുള്ളി ഒരു ബ്രൗണിഷ് കളറായി വരുമ്പോൾ അതിലേക്ക് സവാള അരിഞ്ഞതിട്ട് നന്നായി വഴറ്റുക. അതിനുശേഷം അതിലേക്ക് തക്കാളി അരിഞ്ഞതുമിട്ട് വീണ്ടും നന്നായി ഇളക്കുക. എന്നിട്ട് അതിലേക്ക് പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ഇട്ട് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം ചീനച്ചട്ടി അടുപ്പിൽ നിന്ന് മാറ്റി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് പെരുംജീരകം, ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നന്നായി ഇളക്കുക. ഈ കൂട്ട് നന്നായി ഇളക്കിയതിനു ശേഷം അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, പച്ചമുളക്, ചെറിയ ഉള്ളിയും ചേർത്ത് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന പോത്ത് അതിലേക്കിട്ട് നന്നായി ഇളക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നന്നായി ഇളക്കുക. വെള്ളം ഒന്ന് വറ്റി വരാറാവുമ്പോൾ അതിലേക്ക് ഗരം മസാല കൂടെ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് വറ്റൽമുളക് കൂടെ ഇട്ട് വീണ്ടും നന്നായി ഇളക്കുക. എന്നിട്ട് അവസാനമായി അതിലേക്ക് കുരുമുളക് പൊടി കൂടെ വീണ്ടും നന്നായി ഇളക്കിയതിനു ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് ഒന്ന് ചെറുതായി മിക്സ് ചെയ്യുക. ഇതോടെ നമ്മുടെ പോത്ത് ഉലർത്തിയത് റെഡി. ഇത് ഒരു നാടൻ രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പോത്ത് ഇഷ്ടപ്പെടുന്നവർ ഈ വിഭവം രുചിച്ച് തന്നെ അറിയണം. ഇത് ചപ്പാത്തിയോടൊപ്പവും പാലപ്പത്തിനോടൊപ്പവും പിന്നെ പഴംപൊരിയോടൊപ്പവും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഇത് വളരെ ഈസിയായി തയ്യാറാക്കുന്ന വിഭവമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്തു നോക്കണം. ഒപ്പം ഇതുപോലത്തെ രുചികരമായ വിഭവങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കില്ലല്ലോ.